മരിച്ചത് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. സ്വന്തം അമ്മയും രണ്ടാനച്ഛനുമാണ് പ്രതികൾ. 51 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത്. കൊടും ക്രൂരത എന്നല്ലാതെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യം. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും മതം എന്നൊരു കാര്യം ഉൾപ്പെട്ടതായി കണ്ടോ? ഏതെങ്കിലും തരത്തിൽ മതപരമായ കാരണങ്ങൾ ഈ കുറ്റകൃത്യത്തിൽ ഉണ്ടെന്ന് തോന്നിയോ? എന്നാൽ അങ്ങനെ പറയുന്നവരുണ്ട്. ഈ അരുംകൊലയിലും മതവിദ്വേഷവും വർഗീയതയും മാത്രം കണ്ടവർ, ഒരു മതത്തിൽപ്പെട്ടവർ മുഴുവൻ കുറ്റവാളികളാണെന്ന് മുദ്ര കുത്താൻ വേണ്ടി ഈ സംഭവത്തെ ഉപയോഗിച്ചവർ. മെയ് 29-നാണ് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദ് മരിച്ചത്. തൊട്ടടുത്ത ദിവസം മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടിയുടെ അമ്മ അഖിലയും ഇവരുടെ പങ്കാളിയായ നെടുമങ്ങാട് സ്വദേശി അഷ്കറുമായിരുന്നു അറസ്റ്റിലായത്. അഷ്കർ എന്ന പേരും ആ പേരിലെ മതവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വലതുപക്ഷത്തെ വിരളി പിടിപ്പിച്ചത്. അഖില ഹിന്ദു യുവതി. അപ്പോൾ പിന്നെ അത് ലവ് ജിഹാദായി. മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇത്രയും ക്രൂരരാകാൻ കഴിയൂ. അവർ കുട്ടികളെ പോലും വെറുതെ വിടാറില്ല. ആ കുഞ്ഞനുഭവിച്ച വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇസ്ലാം അക്രമാസക്തവും പ്രാകൃതവുമായ ഒരു മതമാണ്. ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റ് ഇങ്ങനെയായിരുന്നു: ഇസ്ലാം മതം പിന്തുടരുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ മാനവികത മൃഗങ്ങൾ കാണിക്കാറുണ്ട്. അത് നിങ്ങളെ സ്വന്തം കുട്ടിയെ പോലും കൊലപ്പെടുത്താൻ പ്രേരിപ്പിക്കും. ആമി എന്ന മറ്റൊരു വലതുപക്ഷ അക്കൗണ്ട് പറഞ്ഞത് ഇങ്ങനെ: 11,000-ലധികം കാഴ്ചക്കാരുണ്ടായ റോക്കറ്റ് സയൻസ് എന്ന അക്കൗണ്ടിൽ വന്ന പോസ്റ്റിലെ ഒരു വാചകം ഹിന്ദു പെൺകുട്ടികൾ മൊല്ലമാരോടൊപ്പം ജീവിക്കാൻ പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്നായിരുന്നു. ഈ പോസ്റ്റുകളിൽ ഒരിടത്തും കേസിന്റെ വസ്തുതാപരമായ വിവരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ വസ്തുത. മുസ്ലിം സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കാലങ്ങളായി പൊതുബോധമായി തുടരുന്നുണ്ട് എന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. 2014 ശേഷം സൈബർ ഇടങ്ങളിലും തെരുവുകളിലും ഈ പൊതുബോധം ഊട്ടിയുറപ്പിക്കാൻ വലതുപക്ഷം ശ്രമിക്കുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അടക്കമുള്ള BJP നേതാക്കൾ ലവ് ജിഹാദ്, ഭൂമി ജിഹാദ്, നുഴഞ്ഞുകയറ്റക്കാർ, ഗുണ്ടകൾ, മാഫിയ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കാൻ പല സന്ദർഭങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഓരോ സംഭവത്തെയും മതവുമായി കൂട്ടിയിണക്കി വെറുപ്പ് പടർത്തുന്നതും സ്ഥിരം കാഴ്ചയാണ്. അതിലെ അവസാന കണ്ണിയാണ് അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ.